വിജയുടെ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറിയിട്ടില്ല. അതിലെ അണികൾ എന്ന് പറയുന്ന ഫാൻസാണ്. ഈ ഫാൻസ് ഓരോ ഭാഗത്തെയും ഫാൻസാണ് രാഷ്ട്രീയ പ്രവർത്തകരായി വന്നിരിക്കുന്നത്. അവരുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കണം ഒരുപക്ഷെ വിജയ് വേഗം സ്ഥലം വിടാമെന്ന് തീരുമാനിച്ചത്. അവിടേക്ക് വരാനെടുത്ത സമയം അറിയാമല്ലോ, ഇത്രയും മണിക്കൂറുകൾ. ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് മിനിറ്റുകൾ മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. ചെന്നൈയിൽ ചെന്ന ശേഷം 4 മണിക്കൂർ ശേഷം പ്രതികരിച്ചാൽ മതി എന്ന് തീരുമാനിക്കപ്പെടുന്നത് എവിടെയാണ്? ഈ ഫാൻസ് പറഞ്ഞതനുസരിച്ചായിരിക്കാം. ഇപ്പോഴേതായാലും നമ്മുടെ ചർച്ചയിൽ പോലും TV-ക്കിടെ ഒരു പ്രതിനിധി വരാമെന്ന് പറഞ്ഞിരുന്നതാണ്. പിന്നീട് പ്രതികരണമേ വേണ്ട, അതായത് വിജയ് പറഞ്ഞ പ്രതികരണത്തിനപ്പുറം ഇനി പ്രതികരണം വേണ്ട എന്ന തീരുമാനമാണ്. ഹൈക്കോടതി നാളെ ഈ ഹർജി എടുക്കുമ്പോൾ എടുക്കുന്ന തീരുമാനം പ്രധാനമാണ്. ഇപ്പോൾ ഈ പാർട്ടിയിലെ പ്രധാനപ്പെട്ട പലരെയും അറസ്റ്റ് രേഖപ്പെടുത്തി 4 പേരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വിജയുടെ അറസ്റ്റ് DMK ചെയ്യാത്തത് മനഃപൂർവ്വമാണ്. കാരണം ആ അറസ്റ്റിലൂടെ ഒരുപക്ഷെ ഒരു സഹതാപ തരംഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കോടതി തീരുമാനിക്കട്ടെ. കോടതി അറസ്റ്റ് പറയുകയാണെങ്കിൽ അറസ്റ്റിലേക്ക് പോകാമെന്നുള്ളതായിരിക്കാം. എന്തായാലും ഇതിനു മുമ്പ് രജനീകാന്ത് ഒരു രാഷ്ട്രീയ പ്രവേശം ശ്രമിച്ചതാണ്. രജനീകാന്തിന് മനസ്സിലായി ഈ സിനിമ കാണാനെത്തുന്ന ആൾക്കൂട്ടം, അല്ലെങ്കിൽ തൻ്റെ പ്രസംഗം കാണാൻ വരുന്ന ആൾക്കൂട്ടം അത് വോട്ടാകില്ല എന്ന ബോധ്യമായ അദ്ദേഹത്തിന് എപ്പോഴോ നേരത്തെ വന്നു. അതുകൊണ്ട് അദ്ദേഹം പിൻവാങ്ങിയിരിക്കുന്നു. പിന്നീട് കമൽഹാസൻ വന്നപ്പോഴും കമൽഹാസനും വലിയ ഉദ്ദേശിച്ച അത്ര രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നേതാവാൻ പറ്റിയില്ല. അദ്ദേഹം ഒരു MP ആകുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് അത് വ്യക്തിപരമായ ഗുണം ചെയ്യുമായിരിക്കും. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അത് വലുതായിട്ടൊന്നും DMK-യുടെ കൂടി ചേർന്ന ശേഷമാണല്ലോ അതും സാധ്യമാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ജയലളിതയുടെയും MGR-ൻ്റെയും കാലത്തെ ഒരവസ്ഥയിലേക്കല്ല ഇപ്പോൾ പോകുന്നത്.